ഇറാനിൽ വീണ്ടും യുഎസ് ആക്രമണം. ഹോർമൂസ് കടലിടുക്കിന് സമീപം ബന്ദർ അബ്ബാസിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെയാണ് ഇറാന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്വയം പ്രതിരോധമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിനോട് ഈ ഒരു സമാധാന ചർച്ചയ്ക്കൊക്കെ മുൻകൈ എടുത്തു നിന്നത് അമേരിക്കയാണ്. ഇപ്പോഴിതാ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെയാണ് ഇറാനെതിരെ സൈനിക നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. അമേരിക്ക തെക്കൻ ഇറാൻ നഗരങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് ഹോർമൂസ് കടലിടുക്കിന് സമീപത്തായിട്ടുള്ള ബന്ദർ അബ്ബാസ് എന്ന പ്രദേശത്താണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായ പ്രകോപനത്തിന് ആനുപാതികമായിട്ടുള്ള മറുപടി തങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് US സെൻട്രൽ കമാൻഡ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കയുടെ സൈനിക ഹെലികോപ്റ്ററായിട്ടുള്ള അപ്പാച്ചെ അത് ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായത്. അതിൽ തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ രഡാർ സംവിധാനങ്ങൾ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും US പ്രസിഡന്റായിട്ടുള്ള ട്രംപ് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഹെലികോപ്റ്റർ തകർന്ന ഒരു മറുപടി എന്നോളം അല്ലെങ്കിൽ പ്രകോപനത്തിനുള്ള മറുപടി എന്നോളം ഇറാന്റെ മേഖലയിലേക്ക് കടന്ന് ഹോർമൂസിന് സമീപമുള്ള തെക്കൻ ഇറാനിൽ ഇപ്പോൾ ഒരു പ്രത്യാക്രമണം അമേരിക്ക നടത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ വ്യോമ അല്ലെങ്കിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ തകർക്കുമെന്നും തങ്ങൾക്ക് നേരെ വന്ന ആക്രമണം അതിന് പ്രതിരോധം മാത്രമാണ് ഇതെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തകർന്ന ഹെലികോപ്റ്ററിലെ 2 പൈലറ്റുമാർ അവർ സുരക്ഷിതരാണ് എന്ന കാര്യം കൂടി ട്രംപ് ഇപ്പോൾ അറിയിക്കുന്നു. അതേസമയം തന്നെ ഇറാന് നേരെയുള്ള ആക്രമണം, അമേരിക്കയുടെ ആക്രമണത്തിൽ തക്കതായ മറുപടി തങ്ങൾ നൽകുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ അതിർത്തിക്ക് സമീപത്തുള്ള വിദേശ സേനകൾക്ക് ഇറാൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സൈനിക സേനകളുടെ സാന്നിധ്യം അത് സൈന്യത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. വിദേശ സേനകൾ മേഖല വിട്ടു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപകട സാധ്യത കുറയ്ക്കാനായിട്ടാണ് വിദേശ സേനകൾ ഈ മേഖലയിൽ നിന്നും പോകണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങൾ നയതന്ത്ര തലത്തിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും എന്നാൽ മറ്റു ഭാഷകളിലേക്ക് അല്ലെങ്കിൽ ആക്രമണം തുടങ്ങിയ മറ്റു ഭാഷകളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ തങ്ങൾ വഴങ്ങില്ല, മറിച്ചൊരു പ്രത്യാക്രമണം തങ്ങൾ നടത്തുമെന്നാണ് ഇറാന്റെ വിദേശ സെക്രട്ടറി ആയിട്ടുള്ള സയ്യിദ് അബ്ബാസ് അറാച്ചി വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒമാന്റെ തീരത്ത് അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററായിട്ടുള്ള അപ്പാച്ചെ തകർന്ന് വീണതിന് തൊട്ട് പിന്നാലെയാണ് ഇറാനെതിരെ അത് സൈനിക നീക്കം അമേരിക്ക കടുപ്പിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ഇറാനിൽ വീണ്ടും US-ന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം ബന്ദർ അബ്ബാസിലാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററൊക്കെ തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സ്വയം പ്രതിരോധം എന്നൊക്കെയാണ് അമേരിക്കയുടെ വിശദീകരണം. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.